ബിജെപി മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരായ പോസ്റ്റർ വിവാദം വഴിത്തിരിവിലേക്ക്. പാർട്ടിയിലെ വിഭാഗീയതയാണ് രാജേഷിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം വി രാജേഷിനെതിരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ച ബിജെപി പ്രവർത്തകരായ 4 അംഗ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ പോസ്റ്റർ വിവാദത്തിന് പിന്നിൽ എതിർകക്ഷികളാണ്, എതിർ പാർട്ടിക്കാരാണ്, രാജേഷിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ് എന്നുള്ള പ്രതിരോധമാണ് BJPയുടെ നേതാക്കന്മാർ, അത് തിരുവനന്തപുരത്ത് തന്നെ നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം അന്ന് നടത്തിയത്. ഇതെല്ലാം തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണോ? ഇതെല്ലാം ഇപ്പോഴും BJPയിൽ അംഗത്വമുള്ള പ്രവർത്തകർ തന്നെയാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണോ ഈ പുറത്തു വരുന്നത്? അപർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മാർച്ച് 26-ാം തീയതി അർദ്ധരാത്രിയാണ് BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്ന വി രാജേഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റി ഓഫീസിനടുത്തും വഴുതക്കാടുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിനടുത്തുമൊക്കെ പോസ്റ്റർ പതിക്കുന്ന സാഹചര്യമുണ്ടായത്. തൊട്ടു പിന്നാലെ പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും മുതിരാതെ വി രാജേഷ് നിയമ നടപടി സ്വീകരിക്കുകയാണ് എന്ന് മാത്രം അറിയിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. അതിന് പിന്നാലെ മാർച്ച് 28-ാം തീയതി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമുള്ള BJPയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം തലസ്ഥാനത്ത് ചേർന്നു. ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുധീർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് BJPയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം പുറത്തുനിന്ന് നടക്കുകയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് അദ്ദേഹം അധ്യക്ഷന് ആയതിനു ശേഷം BJPക്ക് ഉണ്ടായ ഒരു മുന്നേറ്റം തടയിടുന്നതിന് വേണ്ടി ബോധപൂർവമായി എതിർ കക്ഷികൾ നടത്തിയ നീക്കമാണ് ഈ പോസ്റ്റർ വിവാദത്തിന് പിന്നിലെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ. അതിനിടെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഇന്നലെയാണ് ഈ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ 3 പേരെ, വലിയസാല സ്വദേശി മോനു, പൂജപ്പുര സ്വദേശികളായ അഭിജിത്ത്, നാഗരാജു, ഇങ്ങനെ 3 പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്ത് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവരുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ആ ശേഖരിച്ച കോൾ ഡേറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ള, അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാകാനായി നീക്കം നടത്തുന്ന വി രാജേഷിനൊപ്പം മറ്റൊരു നേതാവ് കൂടി തിരുവനന്തപുരം ജില്ലയിൽ ഇതിന് സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളാണ് വി രാജേഷിനെതിരായ ഈ പോസ്റ്റർ വിവാദത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ, ഫോൺ കോൾ റെക്കോർഡുകൾ, കോൾ ഡേറ്റ റെക്കോർഡുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 ദിവസം മുമ്പ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഭാരവാഹി കൂടിയായ ഒരു പ്രമുഖ നേതാവിനോട് സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ 3 ദിവസം മുൻപ് എത്തണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണങ്ങൾക്കും ഈ പ്രമുഖ നേതാവ് തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. എടുത്തു പറയേണ്ട കാര്യം, വലിയശാല സ്വദേശി ബനു BJP കൗൺസിലർ കൂടിയായ ലക്ഷ്മിയുടെ മകനാണ്. അതായത് BJPയുടെ ഒരു കൗൺസിലറുടെ മകനായ മോനു ഉൾപ്പെടെയുള്ള 3 പേരാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഉൾപ്പെടുന്നത്. ഇവർക്കൊപ്പം മറ്റ് 4ാമതൊരാൾ കൂടി ഉണ്ട് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും വലിയ തരത്തിൽ എതിർ കക്ഷികൾ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനായി, BJPക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനായി ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയാണ് പോസ്റ്റർ വിവാദം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ നേതൃത്വത്തിന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടെ, പ്രതികൾ ആരൊക്കെയാണെന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നതോടെ ഏത് തരത്തിൽ ഇനി മറുപടി നൽകുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ, ഈ കോൾ ഡേറ്റ റെക്കോർഡുകൾ വരുമ്പോൾ അതായത് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് ഈ പ്രധാനപ്പെട്ട, ഈ തിരുവനന്തപുരത്ത് തന്നെ ആ പ്രധാനപ്പെട്ട നേതാവിനെ വിളിച്ചതിന്റെ വിവരങ്ങളടക്കമൊക്കെ ഇതിനകത്തുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നുണ്ടോ? അതായത് കൃത്യമായി ഒരു കുരുക്കിലാകുന്ന രീതിയിലേക്കുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ പുറത്തു വരികയാണോ?
തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ സംഭവം, അതായത് 26-ാം തീയതി രാത്രി 11:30-ക്കാണ് ഈ പല ഭാഗങ്ങളായി ഈ പോസ്റ്ററുകൾ പതിക്കുന്നത്. അതിനു മുൻപും പോസ്റ്ററുകൾ പതിച്ചതിന് ശേഷവും ഇവർ തമ്മിൽ സംസാരിക്കുന്ന കോൾ ഡേറ്റ റെക്കോർഡുകളുടെ വിശദാംശങ്ങളാണ് ഈ പ്രമുഖ നേതാവുമായി ഈ പോസ്റ്റർ ഒട്ടിച്ചവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന്, ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കോൾ ഡേറ്റ റെക്കോർഡുകളാണ് പോലീസിൽ ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് BJPയുടെ തമ്പാനൂരുള്ള സംസ്ഥാന കാര്യാലയത്തിന് സമീപത്ത് പോസ്റ്റർ പതിച്ചതിന് ശേഷം ഇവർ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ്. CCTV ക്യാമറകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് അവർ ഓരോ സ്ഥലത്തേക്കും ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിന് വേണ്ടി എത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇനി ഒഴിഞ്ഞു മാറാനാവില്ല BJP നേതൃത്വത്തിന്. ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ പുറത്തുവിടുന്ന ഈ ചിത്രങ്ങളോട്, ഈ ദൃശ്യങ്ങളോട് അവർ പ്രതികരിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഡാൻ, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ഇതിന് തൊട്ടു പിന്നാലെ വന്ന പോസ്റ്ററുകൾ, അതായത് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാനായി VV രാജേഷ് ശ്രമിച്ചു എന്ന് ആരോപിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും ഇത്തരം വിഭാഗീയതയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന് അന്ന് തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഈ പാളയത്തിൽ പടയാണ് ഇതിന് പുറത്ത് എന്ന് വരുമ്പോൾ അത് തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഇതിന് പിറകിലാവുമ്പോൾ ഇത് ഏത് തരത്തിൽ ടാക്കിൾ ചെയ്യും പാർട്ടി? അവിടെ ഏത് തരത്തിലായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ? ഞാൻ വരാം. ഡാൻ, ഇപ്പോൾ കോൺഗ്രസ് വക്താവ് കൂടിയായ സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, അത്ഭുതമൊന്നും തോന്നുന്നുണ്ടാവുകയില്ല അല്ലേ? പോസ്റ്റർ വിവാദത്തിൽ VV രാജേഷിനെ മറ്റു പാർട്ടിക്കാർ ഇതാ ഗൂഢാലോചന നടത്തുന്നു, ആക്രമിക്കുന്നു എന്നൊക്കെ BJP നേതാക്കന്മാർ പ്രതികരിച്ചിരുന്നു ആ സമയത്ത്. ഇതിപ്പോൾ സംസ്ഥാനത്തെ ഒരു പ്രധാന, അല്ലെങ്കിൽ തലസ്ഥാനത്തെ ഒരു പ്രധാന BJP നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അണികളാണ് രാജേഷിനെതിരെയുള്ള പോസ്റ്ററുകൾ പതിച്ചത് എന്ന് വ്യക്തമാകുന്നു തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ സന്ദീപ് ഇത് കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? BJPക്കകത്ത് ആഭ്യന്തര കുഴപ്പങ്ങളെ സംബന്ധിച്ച് ഒരു കോൺഗ്രസ് വക്താവ് എന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പൊതുവെ ഉള്ള രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലയ്ക്കും നേരത്തെ ഞാൻ പ്രവർത്തിച്ച പാർട്ടി എന്നുള്ള നിലയ്ക്കും എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആ പാർട്ടിക്കുള്ളിൽ വളരെ രൂക്ഷമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രശ്നമല്ല, മറിച്ച് അതിനകത്ത് വലിയ തോതിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിന്റെയും സാമ്പത്തിക കരുത്തിന്റെയും ഒക്കെ ഭാഗമായി അതിനുള്ളിൽ സംഭവിച്ചിട്ടുള്ള, അത് വീതം വെച്ചെടുക്കുന്നതിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ BJPക്കകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ സ്ഥാനവും ഒപ്പം കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തധികമായി തുടർന്ന കേന്ദ്രഭരണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോടാനുകോടി രൂപയുടെ സമ്പത്ത് തിരുവനന്തപുരത്തെ BJP നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തകർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ RSSന്റെ നേതാക്കന്മാർക്കും പങ്കുണ്ട്. തിരുവനന്തപുരത്തെ RSSന്റെ നേതാക്കന്മാരും BJP നേതാക്കന്മാരും ഇതൊരു കച്ചവടമായി കൊണ്ടു നടക്കുകയാണ് എന്നാണ് പാർട്ടി പ്രവർത്തകർക്കുള്ള അഭിപ്രായം. അതായിരിക്കണം അവിടെ പോസ്റ്ററുകളായി പ്രത്യക്ഷപ്പെട്ടത്. VV രാജേഷിന് നേർക്കും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രവർത്തന കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ള ആർജിച്ചെടുത്ത സ്വത്ത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പാർട്ടിക്കകത്ത് ആവശ്യമുയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, തിരുവനന്തപുരത്തെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ആ ഓഫീസ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു രാജ്യത്ത് ഒരു പക്ഷേ BJP പോലൊരു പാർട്ടിയുടെ ഒരു സംസ്ഥാന ഓഫീസിന് പ്രവർത്തനം അതിന്റെ പൂർണ്ണമായും പണി കഴിഞ്ഞിട്ടും നിർമ്മാണം കഴിഞ്ഞിട്ടും അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിയമപരമായ തടസ്സങ്ങളുണ്ടായി. കോടാനുകോടി രൂപ ചെലവഴിച്ചിട്ടും അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ടായി. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ഇവിടെ വെട്ടിപ്പുണ്ടായി. ആ വെട്ടിപ്പിന്റെ ഭാഗമായി തലസ്ഥാനത്തെ ഒരു പാർട്ടി നേതാവ് വലിയ തോതിൽ സമ്പാദിച്ചു എന്നൊക്കെ പാർട്ടിക്കകത്തും RSSനകത്തും കൃത്യമായ ധാരണയുള്ളതാണ്. അവിടെ തന്നെ നേരത്തെ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് BJP നിയന്ത്രിക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ നിന്ന് പാവപ്പെട്ട ഒരുപാട് മനുഷ്യരെ കോടിക്കണക്കിന് രൂപയാണ് കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. BJP തിരുവനന്തപുരം ജില്ലയിലെ, തിരുവനന്തപുരം നഗരത്തിലെ BJP എന്ന് പറയുന്നത് അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ ഒരു വലിയ കൊള്ള സംഘമാണ്. ആ കൊള്ള സംഘത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ അവർ പരസ്പരം ചെളിവാരി എറിയുന്നതാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും തലയ്ക്ക് കൊണ്ടുപോയിട്ടുകൊണ്ട് BJP രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെ മാത്രമല്ല, തൃശ്ശൂരിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ആഭ്യന്തര സംഘർഷം ആ പാർട്ടിയിൽ രൂക്ഷമായിരിക്കുന്നത് അതിനകത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ള സ്വത്ത് അഴിമതി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോടാനുകോടി രൂപ അത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനകത്ത് തർക്കമുള്ളത്.
രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പൊതുജനങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്കും ആ പാർട്ടിയിൽ തുടരാൻ സാധ്യമല്ല. സന്ദീപ്, ഇതിപ്പോ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തതിന് തൊട്ടുപിറകെയാണല്ലോ ഈ പോസ്റ്റർ വിവാദം വരുന്നത്. ഇപ്പോ ഒരു നേതാവ് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് മറ്റൊരു നേതാവ് ആരോപിച്ചുകൊണ്ട് അണികളെ വിട്ട് പോസ്റ്റർ പതിപ്പിക്കുക, വിഭാഗീയം നടത്തുമ്പോൾ ഈ നേതാവും ഇതുപോലെ പാർട്ടിയുടെ റഡാറിനകത്ത് വരിക. ഈ എങ്ങനെ പുതിയ നേതൃത്വം ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും? ആര് പുറത്തു പോകും, ആരകത്താകും? എങ്ങനെയാണ് സന്ദീപിന് തോന്നുന്നത്? ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ അതൊക്കെ ആ പാർട്ടി തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഞാൻ ആ പാർട്ടി സംബന്ധിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു കോർപ്പറേറ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു വൻകിട മുതലാളിമാരുമായി ദാസ്യം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പിടിയാടുകളായി നിന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴിക്കും മറ്റും വാങ്ങിയെടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ധനസമ്പാദനമാണ് BJPയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് അവരാണ് മുന്നോട്ട് പോകുന്നത്. ആ പാർട്ടിയുടെ പഴയകാല നയങ്ങളിൽ നിന്നൊക്കെ അത് വ്യതിചലിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് മുതലാളിമാരുടെ ദാസ്യവേലയായി ആ പാർട്ടി മാറിയതിന്റെ ദുരന്ത ഫലമാണെന്ന് അനുഭവിക്കുന്നത്. അത് സ്വാഭാവിക നീതിയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ പാർട്ടിക്കകത്ത് വല്ല കടുത്ത നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിന് മുമ്പുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ച് ചോദിക്കുകയാണ്. കാരണം ഈ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല, പോലീസ് വിളിക്കുമ്പോൾ ഈ നേതാവ് എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പാർട്ടിക്കകത്ത് എന്ത് തരത്തിലൊരു നിലപാടിലേക്ക് പോകും? ആർക്കെതിരെ ഒരു നിലപാടെടുക്കും? അല്ലെങ്കിൽ പുതിയ നേതൃത്വം അതേത് തരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക? എന്തു തോന്നുന്നു? അതിപ്പോ മെഡിക്കൽ കോഴ വിവാദം ഉണ്ടായപ്പോഴും മെഡിക്കൽ കോഴ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴും പാർട്ടി പോലീസ് അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ അന്വേഷണം അത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് അന്ന് BJP ശ്രമിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോഴ വിഷയത്തിൽ ആരോപണം എതിരായിട്ടുള്ള നേതാക്കളൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, പാർട്ടിക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇക്കാര്യങ്ങളും. ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതിനെല്ലാം കവർ ചെയ്യുക, കാർപ്പറ്റിനടിയിലേക്ക് തട്ടിമാറ്റുക എന്നുള്ള ശ്രമമാണ് BJP എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. അഴിമതിക്കാരായ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് RSSന്റെ നേതൃത്വത്തിനുള്ളത്. RSSന്റെ സംസ്ഥാന നേതൃത്വവും ഈ അഴിമതിയുടെ ഭാഗമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിന് വരുന്ന കോടാനുകോടി രൂപയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് RSSന്റെ നേതാക്കന്മാരാണ്. ആ RSS നേതൃത്വത്തിന് BJP നടക്കുന്ന സാമ്പത്തിക അഴിമതിയിൽ ബന്ധമുണ്ട്. ജന്മഭൂമി പത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ അന്വേഷിക്കട്ടെ. കോടിക്കണക്കിന് രൂപ ഇലക്ഷന് വരുന്ന ഫണ്ട് എവിടെയൊക്കെ തട്ടിച്ചു പോകുന്നു, ഇതൊക്കെ പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർ. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ എന്റെ നിമ്മക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വേണമെങ്കിൽ അവർ ആത്മപരിശോധന നടത്തട്ടെ. എനിക്ക് അവർ പരിശോധന നടത്തണമെന്ന് ഒട്ടും താല്പര്യമില്ല. ഞാനിന്ന് ആ പാർട്ടിയുടെ ഭാഗമല്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ പറയുന്നത്. സന്ദീപ്, ഇതാരാണ് ഈ പോസ്റ്റർ ഒട്ടിക്കാൻ ആൾക്കാരെ വിട്ടത്, നേതാവ് എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. അത് പറയുന്നില്ല, തൽക്കാലം നമുക്കത് പറയണ്ട. പക്ഷെ മുൻപത്തെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഭിന്നതകളുമായിട്ട് രണ്ട് തരത്തിൽ നിന്നിരുന്ന ഗ്രൂപ്പുകളൊക്കെ ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ അതീതമായിട്ട് നിൽക്കുന്ന ഒരു പുതിയ സംസ്ഥാന നേതൃത്വം അധ്യക്ഷനൊക്കെയാണല്ലോ ഇപ്പോൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി എല്ലാം അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ടിട്ട് തോന്നുന്നുണ്ടോ? ആരാണ് പോസ്റ്റർ ഒട്ടിക്കാൻ ആളെ വിട്ടതെന്നൊന്നും എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് കാലങ്ങളായി VV രാജേഷും സുരേഷും തമ്മിൽ ഒട്ടും സുഖത്തിലായിരുന്നില്ല. അവർ രണ്ട് ഗ്രൂപ്പായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അവരുടെ ഗ്രൂപ്പ് വൈരം അവിടെ ഉണ്ടായിരുന്നു. അതിലെന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് എനിക്ക് ധാരണയില്ല. നന്ദി സന്ദീപ് വാര്യർ. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പടിപ്പാറ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് പടിപ്പാറ, താങ്കൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ മുൻ BJP നേതാവായിരുന്ന സന്ദീപ് വാര്യർ പറയുന്ന വാചകങ്ങളാണ്. ഇത് എത്ര നേതാക്കന്മാർ തമ്മിൽ ഏതെല്ലാം തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായിരുന്നു, അതിൽ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നിടത്ത് പോലും ആ പാർട്ടി നിറങ്ങിപ്പോയ സന്ദീപിന്റെ വാക്കുകളിൽ എല്ലാ സൂചനകളും ഒരു വശത്തുണ്ട്. ഈ പോസ്റ്റർ വിവാദം വരിക, പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ അനധികൃത സ്വത്ത് സമ്പാദനം ഒരു നേതാവ് നടത്തി എന്നുള്ളൊരു ആരോപണം വരിക, അവസാനം അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയതാണെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് പ്രതികരിക്കുക BJP നേതാക്കൾ. അവരുടെയൊക്കെ അണികൾ തന്നെയാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്ന് ഉള്ള തെളിവുകൾ പുറത്തേക്ക് വരികയും ചെയ്യുക. ഈ BJPയിലെ പാളത്തിൽ പട തീരുന്നില്ല. പുതിയ സംസ്ഥാന നേതൃത്വം ഇതിനെല്ലാം അതീതമാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവരെങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അത് ഏത് തരത്തിൽ കാണുന്നു? ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പാർട്ടി ഒരു സുപ്രഭാതത്തിൽ അതിന് അതേപടി മാറാൻ പറ്റില്ല. ഇപ്പോ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ പോസ്റ്റർ ഒട്ടിച്ചത്, രാജേഷിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് ആരാണെന്ന് നമുക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ കാരണം സുരേഷും രാജേഷും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണോ,
അല്ലെങ്കിൽ അവർ തമ്മിൽ കാലങ്ങളായി നിലവിലുള്ള ആ ഒരു എന്താ പറയാ ഭിന്നത, ശീതസമരം അവർക്ക് ഇടയിൽ വലിയ ഭിന്നതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വി രാജേഷ് ഇപ്പോ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രിയപ്പെട്ടവനായി മാറുന്നു എന്നൊരു തോന്നൽ ഒരു പക്ഷെ സുരേഷിനുണ്ടാകാം. അതിനുവേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ആരും അത്ര വലുതാവണ്ട എന്ന രീതിയിൽ ഈ സംസ്ഥാന നേതൃത്വത്തിലെങ്കിലും നേരത്തെ തന്നെ വി രാജേഷിന് സ്വാധീനം കൂടുതലുണ്ട്. അപ്പൊ ഇനിയും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഉള്ള ഒരു തടയായിട്ടാണോ സുരേഷിന്റെ അണികൾ ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും BJPയെ സംബന്ധിച്ച് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള വളർച്ചയെ തടയുന്നത് ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ ആ പാർട്ടിയോട് ചേരാൻ ആളുകൾ തയ്യാറല്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് ആ പാർട്ടിയുടെ ആഭ്യന്തര ഭിന്നതകളും നേതാക്കൾ തമ്മിലുള്ള കുടിപ്പകയും അതുപോലെ തന്നെ ഈ തൊഴുത്തിൽ കുത്തും തന്നെയാണ് ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നത്. അതിപ്പോ കുറെ കാലമായിട്ട് നമുക്കറിയാം 2 ചേരിയായിരുന്നു. ഇപ്പൊ 2 ചേരിയിലും പെടാത്ത ഇപ്പൊ സുരേന്ദ്രനെ മാറ്റുന്നു, പകരം വരുമെന്ന് വിചാരിച്ച് MT രമേശിന് പകരം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് വന്നില്ല, പകരം ഇവരുടെ കൂടെ ഒന്നും ആണെന്ന് പറയാൻ പറ്റാത്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏൽക്കുന്നു. പക്ഷെ അദ്ദേഹം വന്നിട്ടും നേരത്തെയുള്ള പകയും എന്താ പറയാ പാരകളും ഒന്നും ഒഴിയുന്നില്ല, അതിപ്പോഴും തുടരുന്നു. ഒരു പക്ഷെ കുറച്ചുകൂടി സമയം എടുത്തേക്കാം, രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി സമയമെടുത്ത് ഈ ഭിന്നതകൾക്ക് ഒരു വിരാമം ഇട്ടേക്കാം എന്ന് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എങ്കിൽ ഈ നേതാക്കളുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ പക എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ് BJP നേരിടുന്ന ഒരു വലിയ പ്രശ്നം. രാജീവ് ചന്ദ്രശേഖറെ തല പുകയുന്നതും ഈ വിഷയത്തിലായിരിക്കും. ഈ കൂടെയുള്ള നേതാക്കളെ എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താം. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളിയും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ നേതാക്കളെ അനുനയിപ്പിക്കുകയും ഒരു മനസ്സോടെ അല്ലെങ്കിൽ ഈ ഭിന്നതയില്ലാതെ കലഹമില്ലാതെ പോസ്റ്റൊട്ടിക്കലില്ലാതെ ആരോപും കുതികാൽ വെട്ടും ഇല്ലാതെ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന പ്രശ്നം എന്ന് ശ്രീ ജോർജ് പറയും. ഈ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് BJP ഉറ്റുനോക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ തോൽവി ഇത്തരത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്നൊക്കെയായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ തമ്മിലാണ് ഈ പോര് തുടരുന്നത്. ഇത് ഈ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് BJPയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഈ കടുത്ത നടപടി എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് BJPക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, അവർണ്ണ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പൂരിപ്പിക്കുകയാണെങ്കിൽ BJPയുടെ ഏറ്റവും വലിയ 2 ശക്തി കേന്ദ്രങ്ങളിലാണ് ഏറ്റവും വലിയ ഭിന്നതകൾ നിലവിലുള്ളത്, തിരുവനന്തപുരത്തും പാലക്കാടും നമ്മളിപ്പോ ഈ ഒരു വിഷയത്തില് മറ്റേ ഗവാർ വിഷയത്തില് ഒറ്റക്കെട്ടായി പാർട്ടി അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പാർട്ടിയിൽ 2 ചേരികൾ കൃഷ്ണകുമാർ പക്ഷവും മറുപക്ഷവും ധ്രുവങ്ങളോളം അകലെയാണ് നിൽക്കുന്നത്. അത് വേറെ പ്രശ്നം. അതിന്റെ പിന്നാലെയാണ് ഇപ്പൊ തിരുവനന്തപുരമാണ് ഏറ്റവും സാധ്യതയുള്ള വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഭരണം പിടിക്കുക എന്നുള്ളത് BJP ഏറ്റവും വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞാലേ അടുത്തല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് കൂടുതൽ സീറ്റുകൾ വിജയിക്കുകയും എന്തെങ്കിലും പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്താൽ അത് വലിയൊരു ഊർജ്ജമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇതാണ് 2 നേതാക്കൾ, പ്രധാനപ്പെട്ട 2 നേതാക്കൾ തമ്മിലുള്ള ഈ പറഞ്ഞ പക ഇങ്ങനെ തെരുവിലേക്കും പോസ്റ്റർ യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കലാപത്തിലേക്കൊക്കെ മാറുകയാണെങ്കിൽ BJPയുടെ സാധ്യത എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നന്ദി. രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടി പറയാണ്. ഒരിക്കൽ കൂടി ഡാന് പറയാതെ തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞു പോകുന്നുണ്ട് ഏത് തരത്തിലുള്ള പാളയത്തിൽ പടയാണ് തലസ്ഥാന ജില്ലയിൽ BJPയിൽ ഉള്ളത് എന്നുള്ളതടക്കം. ഇത് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമായി അറിയുന്ന ചിത്രമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത നടപടി ഉണ്ടാകുമെങ്കിൽ അതെങ്ങനെ എന്നൊക്കെ ഉള്ളതായിരിക്കും. ആ തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പുതിയ അധ്യക്ഷൻ കൂടി ഈ വിവരം അറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ കടക്കാനുള്ള സാധ്യതയാണോ? എന്താണ് BJP വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ? എന്താണ് അപർണ, നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കൂടുതൽ ഇതിലെ ഏറ്റവും വ്യക്തതയുള്ള ദൃശ്യങ്ങൾ. അതായത് ഈ മോനു, അതോടൊപ്പം തന്നെ പൂജപ്പുറ സ്വദേശികളായ അഭിജിത്ത്, നാഗരാജ് തുടങ്ങിയവർ ഈ പോസ്റ്ററുകൾ പതിക്കുന്നതിന് വേണ്ടി CCTV ക്യാമറകളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയാണ് ഹെൽമറ്റ് തലയിൽ നിന്ന് ഊരിമാറ്റിയ ശേഷം ഈ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നത്. തിരികെ വരുന്നതിനിടയിൽ ഹെൽമറ്റ് കൈവശം ഇരിക്കെയാണ് ഈ CCTV ക്യാമറ അവരുടെ ശ്രദ്ധ
ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു CCTV ക്യാമറയിൽ അവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അവർക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അയാളെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 തവണ, നമ്മൾ നേരത്തെ ഒരു തവണ ഈ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഈ സംസ്ഥാന ഭാരവാഹി കൂടി ഒരു നേതാവിനെ വിളിച്ചു എന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്നത് 3 തവണ മ്യൂസിയം CI ഈ സംസ്ഥാന ഭാരവാഹിയെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ ഹാജരാകാൻ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടും നിരാകരിക്കുകയായിരുന്നു. ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് ഈ പ്രമുഖ നേതാവ് സഹകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഭ്യന്തര അന്വേഷണം ഇനി ഈ വിഷയത്തിൽ നടത്തുമോ, അങ്ങനെ അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിന് പിന്നാലെ ഒരു തരത്തിലുള്ള വിഭാഗീയതയും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായും പാർട്ടി കോർ കമ്മിറ്റി യോഗങ്ങളിലുമൊക്കെ നിലപാട് വ്യക്തമാക്കിയതാണ്. അവിടെ ഇങ്ങനെയൊരു വിവാദം ഉണ്ടായതിന് പിന്നാലെ അതിൽ പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞിരുന്ന നേതൃത്വം കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് ഈ ദൃശ്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നു. ഇതിൽ ഒരു BJP കൗൺസിലർ കൂടിയായ വ്യക്തിയുടെ മകൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത്. ഡാൻ കുര്യൻ ആണ് വിവരങ്ങൾ നൽകിയത്. പോസ്റ്റർ വിവാദത്തിൽ ഉണ്ടായിരിക്കുന്ന വഴിത്തിരിവുകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്.